നോമ്പുകാലം 3-ാം ഞായർ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. വിചിന്തനം: അധികാരം ആധികാരികമാകുന്നത് എങ്ങനെ, എപ്പോൾ? പ്രസിദ്ധനായ ഒരു ഗ്രന്ഥകാരനാണ് ജോൺ സ്റ്റോട്ട്. അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ഒരു ഗ്രന്ഥമാണ് ദി ക്രോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിന്റെ കുരിശ് എന്ന പേരിലാണ് മലയാളത്തിൽ ആ ഗ്രന്ഥം പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഭാവാത്മകമായ ഒരു വിവരണമുണ്ട്. ആ വിവരണത്തിലേക്ക് നമുക്ക് ഒന്നിച്ച് അല്പസമയം കടന്നു വരാം. ഇന്നേവരെ ജനിച്ച് മരിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളും വളരെ ആകാംക്ഷയോടുകൂടെ തങ്ങളുടെ അന്ത്യവിധി കേൾക്കുന്നതിനു വേണ്ടി വിശാലമായ ഒരു മൈതാനത്ത് ഒന്നിച്ചുകൂടിയിരിക്കുക. ആ മൈതാനത്തിന്റെ തക്കതായിട്ടുള്ള ഭാഗത്ത് ഉചിതമായ രീതിയിൽ വിധിയാളനായ ദൈവത്തിനുള്ള സിംഹാസനം ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ സർവശക്തനായ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ എല്ലാ മനുഷ്യരും, ഇതുവരെ മരിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും ഒന്നിച്ച് ആകാംക്ഷയോടുകൂടെ തങ്ങളുടെ അന്ത്യവിധി ശ്രമിക്കുന്നതിനു വേണ്ടി ഒന്നിച്ചുകൂടിയിരിക്കുന്നു. വികാരനിർഭരമായ നിമിഷം. പക്ഷേ ദൈവത്തിന്റെ സിംഹാസനത്തിൽ ദൈവം അവിടെ സന്നിഹിതനല്ല. സിംഹാസനം ഒഴിഞ്ഞുകിടപ്പ. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുഖത്ത് ആകാംക്ഷയും എന്തോ ഉദ്യോഗവും തീവ്രമായ രീതിയിൽ പ്രതിഫലിക്കുന്നു. ആ അവസരത്തിൽ എല്ലാവരുടെയും മുമ്പിലേക്ക് യഹൂദയായിട്ടുള്ള ഒരു യുവതി കടന്നുവന്ന് തന്റെ കൈത്തണ്ടയിലുള്ള വസ്ത്രം ചുരുട്ടി മാറ്റി ഉറച്ച സ്വരത്തിൽ തന്റെ കൈത്തണ്ട ജനങ്ങളെ കാണിച്ചുകൊണ്ട് പറയുകയാണ്. ജർമ്മനിയിലെ നാസി ഭരണം തുടർന്നുകൊണ്ടിരുന്ന അവസരത്തിൽ ഭരണകർത്താവായ ഹിറ്റ്ലർ യഹൂദരെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്നതിനു വേണ്ടി, ഗ്യാസ് ചേംബറിലിട്ട് കൊല്ലുന്നതിനു വേണ്ടി, ഗില്ലറ്റിൻ ബ്ലേഡിന് ഇരയാക്കുന്നതിനു വേണ്ടി അങ്ങനെ തിരഞ്ഞുപിടിച്ചു കൊണ്ടിരിക്കുന്ന യഹൂദരെ തന്റെ വധത്തിന്റെ അവസരം തിട്ടപ്പെടുത്താൻ വേണ്ടി ചുട്ടുപഴുപ്പിച്ച ചട്ടകം കൈത്തണ്ടയിൽ വെച്ച് പൊള്ളിച്ച് മുദ്രണം ചെയ്ത ഈ സമയത്ത് ഈ ദൈവം എവിടെയായിരുന്നു? പൊള്ളി വികൃതമാക്കപ്പെട്ട കൈത്തണ്ട ജനങ്ങളുടെ മുമ്പിൽ അത് വസ്ത്രം മാറ്റിക്കൊണ്ട് ആ യുവതി ചോദിക്കുകയാണ്, ഈ പൊള്ളി മുറിവേറ്റപ്പെട്ടിരിക്കുന്ന ഈ കൈത്തണ്ട ഇത്രയേറെ ശക്തമായ രീതിയിൽ എന്നെ ചുട്ടുപൊള്ളിച്ചപ്പോ, ഇതുപോലെ നൂറുകണക്കിന് ലക്ഷക്കണക്കിന് യഹൂദരെ ചുട്ടുപൊള്ളിച്ചപ്പോ ഈ ദൈവം എവിടെയായിരുന്നു? ഈ ദൈവം അന്ന് ഒരു ചെറുവിരൽ പോലും മനക്കിയില്ല. ഇങ്ങനെയുള്ള ഒരു ദൈവത്തിന്റെ വിധി ഞാൻ അംഗീകരിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു ദൈവത്തിന് വിധിക്കാൻ അർഹതയില്ല. ആകാംക്ഷഭരിതരായിട്ട് നിൽക്കുന്ന ജനങ്ങളിലെ ആകെ ഒരു ആശയക്കുഴപ്പം. അന്തരീക്ഷത്തിന് വലിയ വ്യത്യാസം. ഈ വ്യത്യാസം പ്രകടനം കൊണ്ടു നിൽക്കുന്ന അന്തരീക്ഷത്തില് ഒരു കറുത്ത വർഗക്കാരൻ യുവാവ് കടന്നു വരുന്നു. കടന്നു വന്നുകൊണ്ട് തന്റെ ഷർട്ട് പുറകിലേക്ക് മാറ്റിയിട്ട് പൊട്ടി വ്രണമായിട്ട് തീർന്നിരിക്കുന്ന ചുമല് കാണിച്ചുകൊണ്ട് ആ കറുത്ത വർഗക്കാരൻ യുവാവ് ചോദിക്കുന്നു, ഒരു മൃഗത്തിന് തുല്യം എന്റെയും എന്റെ സമൂഹത്തിൽപ്പെട്ടവരെയും കറുത്ത വർഗക്കാരെയും വെള്ളക്കാർ മർദ്ദിച്ച് പണിയെടുപ്പിച്ചപ്പോ ഈ ദൈവം എവിടെയായിരുന്നു? അന്നൊന്നും ചുറവിരൽ പോലും മെനക്കാൻ തയ്യാറാകാത്ത ഈ ദൈവത്തിന്റെ വിധി ഞാൻ അംഗീകരിക്കുകയില്ല. ദൈവത്തിന് അങ്ങനെ എന്റെ മേൽ വിധി പ്രസ്താവിക്കാൻ അധികാരമില്ല. അന്തരീക്ഷത്തിലാകെ വ്യത്യാസം, ആകെ കൺഫ്യൂഷൻ. ഇതും കൂടി പറഞ്ഞു കേട്ടപ്പോ ജനങ്ങൾ ആർത്തിരമ്പി. ദൈവത്തെ ഞങ്ങൾ ധിക്കരിക്കുന്നു, വിധിയെ ഞങ്ങൾ അവഗണിക്കുന്നു. ആകെ പ്രകമ്പനം അന്തരീക്ഷത്തിൽ. ആ അവസരത്തില് മിതവാദികളാണ് എന്ന് വിചാരിക്കുന്ന ചിലര് മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതിലൊക്കെ അർത്ഥമുണ്ട്, എന്നാൽ ദൈവം സന്നിഹിതനായിട്ടില്ല. ദൈവത്തിന്റെ സാന്നിധ്യത്തില് നമ്മുടേതായിട്ടുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരു നിവേദനം നമുക്ക് സജ്ജീകരിക്കാം. ആ നിവേദനം സജ്ജീകരിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ നമുക്ക് തിരഞ്ഞെടുക്കാം. അതല്ലേ ഉചിതം? എല്ലാവരും കൈയടിച്ച് പാസാക്കി. നിമിഷ നേരം കൊണ്ട് അവരിൽ നിന്നൊരു കമ്മിറ്റി രൂപപ്പെട്ടു. ദൈവത്തിന്റെ മുമ്പിൽ അർപ്പിക്കാൻ വേണ്ടി ഉള്ളൊരു നിവേദനം ക്രോഡീകരിക്കുക എന്നുള്ളതാണ് ആ കമ്മിറ്റിയുടെ മുഖ്യമായ ലക്ഷ്യം. ആ രൂപീകൃതമായിട്ടുള്ള കമ്മിറ്റി നിമിഷ നേരം കൊണ്ട് അതിന് ഒരു നിവേദനം തയ്യാറാക്കി. നിവേദനത്തില് ആദ്യമായിട്ട് പറയുന്ന കാര്യം, ദൈവം വിധി
നടത്തണമെന്ന് വരികില് സ്വർഗത്തിൽ നിന്ന് ആദ്യമായിട്ട് ദൈവം മണ്ണിൽ ജീവിക്കുന്ന മനുഷ്യന്റെ അടുത്തേക്ക് ഇറങ്ങി വരണം. മണ്ണിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ദുരന്തങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണം ആ ദൈവത്തിന്. അങ്ങനെയുള്ളൊരു ദൈവത്തിന്റെ വിധിയെ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ. വെറുതെ വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വന്നാൽ പോരാ, സാധാരണ മനുഷ്യന്റെ വേദനകൾ മനസ്സിലാക്കാൻ ഇടവരണം ആ ദൈവം. ദരിദ്രമായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ ആ ദൈവം ജനിക്കണം, വളരെ ദാരിദ്ര്യത്തിന്റെ കഷ്ടപ്പാടിൽ വളരണം എന്ന് തന്നെയല്ല. ഈ ദൈവത്തിന്റെ മാതാപിതാക്കന്മാര് സമൂഹത്തിന്റെ മുമ്പിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസരമുണ്ടാകണം. അതിന്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കണം ഈ ദൈവത്തെ സ്വന്തം സമൂഹം ഒറ്റപ്പെടുത്തണം എന്നല്ല, സ്വന്തം ജനങ്ങൾ തന്നെ അവര് വട്ടാണെന്ന് പറയണം, അവര് ഭ്രാന്തായിട്ട് കൽപ്പിക്കണം. ആ വേദന ദൈവം മനസ്സിലാക്കണം. ഇങ്ങനെ മനസ്സിലാക്കുന്ന ദൈവത്തിന് എന്റെ വിധിയെ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ. ആ ദൈവത്തെ സമൂഹം ഒന്നിച്ച് ഒരു കുറ്റവാളിയായിട്ട് അംഗീകരിക്കണം. അങ്ങനെ ഒരു സാധാരണ മനുഷ്യന് ഇനി ഊഹിക്കാവുന്നതിലെ ഏറെ ശിക്ഷ ആ ദൈവം അനുഭവിക്കണം. അങ്ങനെ അതിദാരുണമായ രീതിയിൽ ഇതിൽ കൂടുതൽ മനുഷ്യനൊരു വേദന അനുഭവിക്കാൻ ഇടവരാത്ത വിധത്തിൽ സാധാരണ രീതിയിൽ എല്ലാ വേദനകളും ഏറ്റുവാങ്ങി ആ ദൈവം പിടഞ്ഞു മരിക്കണം. എന്നിട്ട് ആ ദൈവം മഹത്വപൂർണനാണ് എന്ന് കാണിക്കുകയാണെങ്കിൽ ആ ദൈവത്തിന്റെ വിധിയെ നിങ്ങൾ അംഗീകരിക്കും. നിവേദനം ഇങ്ങനെയാ ക്രോഡീകരിക്കപ്പെട്ടത്. അത് സമൂഹത്തിന്റെ മുമ്പിൽ വായിച്ചപ്പോ എല്ലാവർക്കും തൃപ്തിയായി, എല്ലാവരും കയ്യടിച്ചു, പാസാക്കി. നിവേദനം നന്നായിട്ടുണ്ട്. ഇത് നമുക്ക് ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുന്ന ദൈവത്തിനെ നമുക്ക് അർപ്പിക്കണം. ശ്മശാന നിശബ്ദതയാണ് അന്തരീക്ഷത്തിൽ. ആ നിശബ്ദത വഞ്ചിച്ചുകൊണ്ട് ഒരു കോണിൽ നിന്നൊരു മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന നിവേദനത്തിന്റെ ഉള്ളടക്കം 100% പുലർത്തിയ ഒരു മനുഷ്യനെ എനിക്കറിയാം. അത് പരിപൂർണമായ രീതിയിൽ സ്വന്തം ജീവിതത്തിൽ അന്വർത്ഥമാക്കിയ ഒരു മനുഷ്യനെ എനിക്കറിയാം. ആ മനുഷ്യനാണ് നസ്രത്തിൽ നിന്ന് വന്നിട്ടുള്ള യേശു ക്രിസ്തു. ഈ നിവേദനത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിന്റെ പൂർണ്ണതയില് സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചവനാണ് യേശു ക്രിസ്തു. ഈ മനുഷ്യൻ ആ കോണിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോ എല്ലാവരും അത് ശരിയാണല്ലോ, എല്ലാവരും അംഗീകരിച്ചു. ശരിയാണ്. മനുഷ്യരുടെ ദുഃഖങ്ങൾ എന്താണെന്നും മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ എന്താണെന്നും മനുഷ്യന്റെ യാതനകൾ എന്താണെന്നും മനസ്സിലാക്കുക തന്നെയല്ല, അനുഭവിക്കാൻ ഇടവന്നിട്ടാണ് യേശു ക്രിസ്തു മനുഷ്യരുടെ മേലുള്ള അധികാരം ഉറപ്പുവരുത്തിയത്. മനുഷ്യരെ വിധിക്കുന്നതിനുള്ള അധികാരം ഉറപ്പുവരുത്തിയത് മനുഷ്യരുടെ കഷ്ടപ്പാടിൽ പങ്കുപറ്റിക്കൊണ്ടാണ് എന്നല്ല, സാധാരണ മനുഷ്യന്റെ കണ്ണു തുറപ്പിക്കത്തക്ക വിധത്തിലുള്ള യാതനകളും പീഡകളും അനുഭവിച്ചതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് വിധിക്കാനുള്ള അധികാരം യേശു ക്രിസ്തു സ്വന്തമാക്കിയത്. ഇതാണ് സത്യം. ഇത് ക്രിസ്തു ദർശനമാണ്, ക്രിസ്തുവിന്റെ ഒരു കാഴ്ചപ്പാടാണ്. അധികാരം ആധികാരികമാകണം എന്ന് വരികില് കഷ്ടപ്പെടാൻ തയ്യാറാകണം, സഹിക്കാൻ തയ്യാറാകണം, ബുദ്ധിമുട്ടാൻ തയ്യാറാകണം. ശുശ്രൂഷയുടെ അനുഭവത്തിൽ നിന്ന് അധികാരം ആധികാരികത കൈവരുത്തുവോ എന്നുള്ളത് ക്രിസ്തുവിന്റെ ദർശനമാണ്. ഈ ദർശനം ഔപചാരികമായ രീതിയിൽ നമ്മെ പഠിപ്പിക്കാനും പ്രഖ്യാപനം ചെയ്യാനുമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ആ സുവിശേഷത്തിന്റെ പൊരുളുകള് സജ്ജമാക്കിയിരിക്കുന്നത് രംഗത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അതിനുള്ള സാഹചര്യം ഒരുക്കിയത് ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ് സെബദി. സെബദിയുടെ ഭാര്യ ആ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിലെ ശിഷ്യ സമൂഹത്തിൽപ്പെട്ടവനാണ് യാക്കോബും യോഹന്നാനും. യാക്കോബിന്റെയും യോഹന്നാന്റെയും അമ്മയും കൂടിയായിട്ടുള്ള സെബദിയുടെ ഭാര്യയും കൂടിയായിട്ടുള്ള ആ അമ്മ രംഗത്ത് കടന്നു വരുന്നു. സ്വന്തം മക്കൾക്ക് അധികാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി യേശുവിനെ സമീപിക്കുന്ന രംഗമാണത്. സ്വന്തം മക്കളുടെ അധികാരം ഉറപ്പുവരുത്തണം, അധികാരത്തിന്റെ കസേര അതിന്റെ സ്ഥാനം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അമ്മ കടന്നു വരികയാണ് മക്കൾക്ക് വേണ്ടി ശുപാർശ നടത്തുന്നതിന് വേണ്ടി. യേശു ക്രിസ്തു ശുപാർശ കേട്ടതിന് ശേഷം യേശു ക്രിസ്തു ആ അമ്മയോട് പറയുന്നു, അധികാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവശ്യം അനുഭവിക്കേണ്ട ഒരു വ്യവസ്ഥയുണ്ട്. സഹനത്തിന്റെ
ദൈവത്തിന്റെ കയ്പപാത്രം കുടിക്കാൻ സന്നദ്ധത ഉണ്ടാകണം. ശുശ്രൂഷിക്കാനുള്ള ഒരു മനസ്സിന്റെ വികാസം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അധികാരം പങ്കുവെക്കാൻ കൈപ്പറ്റാൻ ഉള്ള അർഹത നിങ്ങൾക്ക് ലഭിക്കൂ. എന്തായാലും അതിന്റെ ആ ചർച്ചകള് അങ്ങനെ ആകെ കൺഫ്യൂഷൻ ആ സമൂഹത്തിൽ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ആ അമ്മയുടെ അഭാവത്തിലായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ശിഷ്യന്മാരിലും മറ്റെല്ലാവരുടെ ഇടയിലും വളരെ ഒരു ധ്രുവീകരണം ഈ ചർച്ചയുണ്ടാക്കി. എന്താ ഈ അമ്മ മാത്രം? ഈ രണ്ടുപേരെ പറ്റി അധികാരം ഉറപ്പുവരുത്താൻ ഇന്ന് ഇലക്ഷന്റെ കാലം, ഇലക്ഷന് ഒരു സ്ഥാനാർത്ഥിത്വം ഉറപ്പുവരുത്താൻ എന്ന രീതിയിൽ ഈ അമ്മ മാത്രം ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി വന്നത് ശരിയായില്ലല്ലോ. അപ്പൊ ഞങ്ങൾ എന്തിനു വേണ്ടിയാ ഇവിടെ ഇരിക്കുന്നത്? നിങ്ങൾക്കും വേണം അധികാരം എന്ന രീതിയിലായി ശിഷ്യന്മാരുടെ മറ്റു ആളുകള് ആകെ അവിടെ ഒരു ധ്രുവീകരണം, അഭിപ്രായ വ്യത്യാസമുണ്ടായി. സുവിശേഷത്തിൽ അത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഇതാണ് യേശുവിന്റെ ദർശനം. നമുക്കും ലോകം മുഴുവനും വേണ്ടി പഠിപ്പിക്കുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വേദിയായിട്ട് മാറ്റിയാണ് യേശു അത്. യേശു അവരെ എല്ലാവരെയും അടുത്തേക്ക് വിളിക്കുന്നു. വിളിച്ചിട്ട് പറയുന്നു, മക്കളെ, നിങ്ങൾ അധികാരികളാകാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ അധികാരം ആധികാരികമാകണമെന്ന് വരികില് നിങ്ങൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി തയ്യാറാകണം. നിങ്ങൾ മറ്റുള്ളവരുടെ സേവനത്തിന് വേണ്ടി തയ്യാറാകണം. ആത്മാർത്ഥതയോടും പ്രതിബദ്ധതയോടും കൂടെ നിങ്ങളുടെ ജീവിതം നയിക്കാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ അധികാരം മറ്റുള്ളവർ അംഗീകരിക്കുള്ളൂ. നിങ്ങളുടെ അധികാരം ആധികാരികമായിട്ട് അംഗീകരിക്കാൻ ഇടവരുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ അധികാരം ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. യേശു അവരെ പഠിപ്പിക്കുകയാണ്. അവർക്ക് ആ പഠനം കൊണ്ട് മുഴുവനും പൂർണ്ണമായില്ല എന്ന് പിന്നീടുള്ള സുവിശേഷ ഭാഗങ്ങളിൽ കൂടെ നമുക്കത് മനസ്സിലാക്കും. എങ്കിലും യേശു അവരെ അടിവരയിട്ട് പഠിപ്പിക്കുകയാണ്. അധികാരം യാഥാർത്ഥ്യമാകണമെന്ന് വരികില് ശുശ്രൂഷിക്കാൻ വേണ്ടി തയ്യാറാകണം. അധികാരം ശുശ്രൂഷയിൽ കൂടെ പ്രകാശിതമാകുമ്പോൾ മാത്രമേ ആധികാരികത കൈവരൂ എന്നുള്ളതാണ് യേശുവിന്റെ ദർശനം. ഇത് യേശുവിന്റെ ദർശനം ലോകത്തിന്റെ ദർശനമായിട്ട് ലോകം അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ലോകത്തിന്റെ ദർശനമായിട്ട് ലോകം അംഗീകരിച്ചിരിക്കുന്നു. ആരിലാണ് ഏറ്റവും വലിയ അധികാരം സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കാം ഉത്തരം? ഒരുപക്ഷെ സാധാരണ ജനങ്ങൾ പറയുക, ഉപരിപ്ലവമായിട്ടും ഒരു പ്രത്യയശാസ്ത്രത്തിലും മാത്രം ചിന്തിക്കാൻ പ്രേരിതമായിട്ടുള്ള എല്ലാ മനുഷ്യരും പറയുക, ഏറ്റവും ശക്തമായിട്ടുള്ള രാഷ്ട്രമായിട്ടുള്ള അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുള്ള ജോ ബൈഡനാണ് ലോകത്തിലെ ഏറ്റവും വലിയ അധികാരി എന്ന് പറയും. ഒരു തരത്തിൽ പറഞ്ഞാൽ സത്യമുണ്ട് അതില്. പക്ഷേ അതിലാണോ സത്യം? എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ അധികാരി, ഏറ്റവും കൂടുതൽ ശക്തമായ അധികാരം സ്ഥിതി ചെയ്യുന്നത് അമ്മയിലാണ്. ഒരാളുടെ അമ്മയിലാണ് ഏറ്റവും കൂടുതൽ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നെന്ന് ലോകം അംഗീകരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് സമ്മതിക്കുമോ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു അമ്മ നിർണായകമായിട്ടുള്ള നിമിഷത്തിൽ എടുത്ത് പയറ്റുന്ന തുടിപ്പിച്ചു വിട്ട് എന്ന രീതിയിൽ ഉപയോഗിക്കുന്നതാണ്. നിന്നെ ഞാൻ 10 മാസം ചുമന്ന് പ്രസവിച്ചവനാണ്, ഞാനാണ് നിന്നെ പ്രസവിച്ചത്, നിന്നെ ഞാൻ നിലയൂട്ടി ഞാൻ നിന്നെ പോറ്റിയത് ഞാനാണ്, നിനക്ക് വേണ്ടി തോട്ടുവേല ചെയ്തത് ഞാനാണ്, നിനക്ക് വേണ്ടി ഉറക്കം വിളിച്ചത് ഞാനാണ്, നിന്നെ ചുമന്നത് കൊണ്ട് നടത്തിയത് ഞാനാണ്. ഇങ്ങനെ അവകാശപ്പെടാൻ ഈ ലോകത്തില് അമ്മയല്ലാതെ മറ്റൊരാൾക്കും സാധ്യമല്ല. ഒരു വ്യക്തി ജനിച്ച് വളർന്ന് വലുതാകാൻ ഇത്രയേറെ ത്യാഗങ്ങൾ സഹിക്കാൻ ഇടവരുന്ന മറ്റൊരു വ്യക്തി ഈ പ്രപഞ്ചത്തിലില്ല. അതുകൊണ്ടാണ് നിർണായകമായിട്ടുള്ള നിമിഷത്തിൽ അമ്മ എടുത്ത് പ്രയോഗിക്കാൻ ഇടവരുന്ന തുരുപ്പ് ചീട്ടിന്റെ വില കൊടുക്കാത്തൊരു മനുഷ്യനല്ല. അമ്മ അമ്മയായിട്ട് രംഗത്ത് വന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങള് അടിയറ വയ്ക്കാൻ ഇടവരുന്നു
ചക്രവർത്തിയായാലും ഏത് ഭരണകർത്താവായാലും ഏത് അധോലോക നായകനായാലും മനുഷ്യത്വത്തിന്റെ തരി ആ മനുഷ്യനിലുണ്ടെങ്കിൽ അമ്മയുടെ അധികാരത്തെ അടിയുറയ്ക്കാൻ ഇടവരുന്നതാണ് ചരിത്രം നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് അമ്മയുടെ അധികാരം ആധികാരികമായിട്ട് തീരുന്നത്? ശുശ്രൂഷയിൽ കൂടെ അത് അനാവരണം ചെയ്യുന്നത് കൊണ്ടാണ് ജനസമൂഹം അമ്മയുടെ അധികാരത്തിന് മുമ്പില് തളർന്നു പോകുന്നത്. ഈ അധികാരം അതിന്റെ വാങ്ങലിലേക്ക് അവകാശപ്പെടാൻ സാധിക്കണമെന്ന് വരികില് പിതാവും മക്കൾക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കാൻ തയ്യാറാകുന്ന പിതാവിനെ അധികാരം മക്കളുടെ മേലിൽ കൈകാര്യം ചെയ്യാൻ സാധ്യമാകുള്ളൂ. ആ അധികാരത്തെ മക്കൾ അംഗീകരിക്കുകയുള്ളൂ. ഭർത്താവായാലും അങ്ങനെ തന്നെ, ഭാര്യയായാലും അങ്ങനെ തന്നെ, മക്കളായാലും അങ്ങനെ തന്നെ. എന്തുമാത്രം ബുദ്ധിപൂർവം, എന്തുമാത്രം ത്യാഗനിർഭരമായിട്ട് ആ കുടുംബത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗമനുഷ്ഠിക്കാൻ ഇടവരുന്നു, അതിനനുസരിച്ച് മാത്രമേ ആ വ്യക്തിയുടെ അധികാരം ആ കുടുംബത്തിലായാലും ആ സമൂഹത്തിലായാലും ആ ചുറ്റുപാടിലും അംഗീകരിക്കാൻ ആവൂ. മനുഷ്യൻ തയ്യാറാകുള്ളൂ. എന്തിനധികം ഞാനൊരു വൈദികൻ എന്ന നിലയ്ക്ക് എന്തെങ്കിലും അധികാരം നിങ്ങളുടെ മേലെ എനിക്കുണ്ടാകണമെന്ന് വരികില്, ഒരു വൈദികൻ എന്ന നിലയ്ക്ക് ഞാൻ ആത്മാർത്ഥതയോടും പ്രതിബദ്ധതയോടും കൂടെ ജീവിക്കാൻ വേണ്ടി എന്തുമാത്രം ഞാൻ ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, ആത്മാർത്ഥത ഞാൻ പുലർത്തുന്നുണ്ടോ, അതിനനുസരിച്ച് മാത്രമേ വൈദികൻ എന്ന നിലയ്ക്ക് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം സമൂഹം അംഗീകരിക്കൂ എന്ന് ഞാൻ മനസ്സിലാക്കണം. നിങ്ങളിലും അങ്ങനെ തന്നെ. അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഒരാളെയും അംഗീകരിക്കാൻ പോകുന്നില്ല. ത്യാഗത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം, ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിൽ മാത്രം, അതിനുവേണ്ടി വേദന അനുഭവിക്കാൻ ഇടവരുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ ആളുടെ അധികാരം മറ്റൊരാൾ അംഗീകരിക്കാൻ ഇടവരുള്ളൂ. ഇത് ക്രിസ്തു ദർശനമാണ്. ഈ ദർശനം ഇന്ന് ലോകത്തിന്റെ ദർശനമായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് യേശു ക്രിസ്തു സ്ഥാപിച്ച അല്ലെങ്കിൽ ക്രോഡീകരിക്കപ്പെട്ട സംവിധാനം ചെയ്ത സഭയുടെ ഏറ്റവും വലിയ അധികാരി റോമിലെ മാർപ്പാപ്പയാണ് എന്ന് നമുക്കറിയാം. ആ മാർപ്പാപ്പയെ ഔപചാരികമായിട്ട് വിളിക്കുന്നത് സേവകന്മാരുടെ സേവകൻ എന്നാണ് വിളിക്കുന്നത്. സർവോറും ദേവി എന്നാണ് മാർപ്പാപ്പയുടെ ഔപചാരികമായിട്ടുള്ള നാമം. സർവോറും ദേവി. അത് ദാസന്മാരിൽ ദാസൻ. അങ്ങനെയെങ്കിലും താത്വികമായിട്ട് അംഗീകരിക്കപ്പെടുന്നു ഇന്ന് ലോകത്തിൽ. ക്രിസ്തു മതത്തിൽ മാത്രമല്ല മക്കളെ. ജനാധിപത്യ രാഷ്ട്രങ്ങളിലൊക്കെ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ അധികാരം കൈകാര്യം ചെയ്യുന്നത്, ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജനങ്ങൾ നൽകുന്ന അധികാരം കൈകാര്യം ചെയ്യാൻ ഇടവന്ന ജനങ്ങളുടെ നേതാവായിട്ട് പൊങ്ങി വരുന്ന ആ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രിയെ എന്തെന്നാ വിളിക്കുന്നത്? ലോകരാഷ്ട്രങ്ങളും നമ്മളും എന്തെന്നാ വിളിക്കുന്നത്? പ്രൈം മിനിസ്റ്റർ. പ്രൈം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷകൻ. രാഷ്ട്രത്തിന് വേണ്ടി, രാഷ്ട്രത്തിലെ ഓരോ അംഗത്തിനും വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ നടത്തുന്ന വ്യക്തി എന്നാണ് ഔപചാരികമായിട്ട് നമ്മൾ വിളിക്കുന്നത്, പ്രൈം മിനിസ്റ്റർ. ക്രിസ്തുവിന്റെ ദർശനം ലോകം അംഗീകരിക്കുന്നതിന്റെ രീതി കണ്ടു. സംസ്ഥാനത്തിലെ ഏറ്റവും മുഖ്യനായിട്ടുള്ള ശുശ്രൂഷകൻ എന്നാണ് ചീഫ് മിനിസ്റ്ററെ നമ്മൾ വിളിക്കുന്നത്. ചീഫ്, മുഖ്യൻ. മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷകൻ. ശുശ്രൂഷകൻ സംസ്ഥാനത്തുള്ള ജനങ്ങൾക്ക് ഏറ്റവും കാതലായി ശുശ്രൂഷ നടത്തുന്നവനാണ് മുഖ്യമന്ത്രി. ചീഫ് മിനിസ്റ്റർ എന്നാ വിളിക്കുന്നത്. ജനങ്ങളുടെ മേലിൽ, ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി, കാര്യനിർവഹണത്തിന് വേണ്ടി അങ്ങനെ ഉദ്യോഗങ്ങള് അല്ലെങ്കിൽ കാര്യനിർവഹണത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വലിയ പ്രധാനപ്പെട്ട ജോലികള്
മന്ത്രിമാര്, അവരെയും നാം വിളിക്കുന്നത് മിനിസ്റ്റർ എന്നാ വിളിക്കുന്നത്, ശുശ്രൂഷകന്മാരെന്നാ വിളിക്കുന്നത്. ക്രിസ്തുവിന്റെ ദർശനം ലോകത്തിലുടനീളം അംഗീകൃതമാകുന്നതിന്റെ ആ പൊരുളാണിത്. സത്യം നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രം. അപ്പോൾ നമ്മളും ഒരു തരത്തിലോ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് അധികാരം കൈകാര്യം ചെയ്യുന്നവരാണ്. അത് കൂടുതലുണ്ടാകാം, കുറവുണ്ടാകാം, തലങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാം, മണ്ഡലങ്ങളിലും വ്യത്യാസം ഉണ്ടാകാം. ഏത് തരത്തിലായാലും ശരി അധികാരം കൈകാര്യം ചെയ്യാൻ ഇടവരുന്നവരാണ് നമ്മളൊക്കെ. നമ്മുടെ അധികാരം ആരെങ്കിലും അംഗീകരിക്കപ്പെടണം എന്ന് വരികില് ആ അധികാരത്തിന് വിധേയമായിട്ടുള്ള തലത്തില് നമ്മുടെ ആത്മാർത്ഥതയുടെ തികവിന്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിബദ്ധതയുടെ തികവിന്റെ അടിസ്ഥാനത്തിൽ, നമ്മൾ അതിനു വേണ്ടിയിട്ട് ചിട്ടയും നിഷ്ഠയും കാണിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ, അതിനു വേണ്ടിയുള്ള ത്യാഗവും അനുഭവിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആ അധികാരം ആധികാരികമായി തീരുകയുള്ളൂ എന്ന സത്യം നാം മറക്കരുത്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് പെരുമാറുകയാണെങ്കിൽ നമ്മുടെ അധികാരം എന്താണെന്ന് മനസ്സിലാക്കാനോ അത് അംഗീകരിക്കാനോ ഒരു വിഷമോ ആർക്കുമില്ല. അത് അംഗീകരിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. പക്ഷെ ബുദ്ധിമുട്ടാൻ തയ്യാറില്ലാതെ ഞാൻ ആ അധികാരി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും ആ അധികാരത്തെ അംഗീകരിക്കാൻ തയ്യാറാകില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള ആ ഗ്രന്ഥത്തില് ഭാവാത്മകമായിട്ടുള്ള വിവരണത്തിന്റെ പൊരുള് ആ ഗ്രന്ഥകാരൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആ അവതരിപ്പിക്കുന്നതിന്റെ ശ്രദ്ധേയമായിട്ടുള്ള വിവരണത്തിൽ കൂടിയാണ് ആ യഹൂദ യുവതിയും ആ കറുത്ത വർഗക്കാരൻ യുവാവും നമ്മുടെ മുമ്പിൽ ആകെ മറിയിപ്പുണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കാൻ ഇടവന്നത്. ആ ദൈവത്തെ നിങ്ങൾ അംഗീകരിക്കില്ല എന്നൊക്കെ പറയാൻ ഇടവന്നത്. പക്ഷേ സത്യത്തിൽ പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം വ്യക്തമാക്കുകയാണ്, മക്കളെ, ഏറ്റവും വലിയ അധികാരി അമ്മയാണ്. ഏറ്റവും കൂടുതൽ യാതനകൾ ഒരു വ്യക്തിയുടെ വളർച്ചയില് അനുഭവിക്കാൻ ഇടവരുന്ന വ്യക്തി അമ്മയായതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അധികാരം കൈകാര്യം ചെയ്യാൻ അമ്മയ്ക്കാണ് സാധിക്കുക എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുമ്പോ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ദൈവം പറയുന്നു, ആ അമ്മ സ്വന്തം കുഞ്ഞിനെ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കയില്ല എന്നാ പറയണത്. ഈ സത്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ ദൈവം പറയുകയാണ്, അങ്ങനെയുള്ള ഒരു അമ്മ സ്വന്തം കുഞ്ഞിനെ മറന്നാൽ പോലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല എന്ന് പറയുമ്പോ ആ ദൈവത്തിന്റെ കരുതല്, ആ ദൈവത്തിന്റെ സ്നേഹം, ആ ദൈവത്തിന്റെ ആത്മാർത്ഥത, നമ്മോടുള്ള പ്രതിബദ്ധത എന്തുമാത്രമാണ് എന്ന് നമ്മുടെ മനസ്സിലാക്കാൻ ഇടവരണം. ആ പ്രസ്താവന നമ്മുടെ ഉള്ളിൽ ചലനം സൃഷ്ടിക്കുമ്പോ ആ അമ്മ സ്വന്തം കുഞ്ഞിനെ മറന്നാൽ പോലും ഞാൻ നിങ്ങളെ മറക്കയില്ല. ഇതാണ് ദൈവം, ഇതാണ് ദൈവത്തിന്റെ കാരുണ്യം, ഇതാണ് ദൈവത്തിന്റെ ശുശ്രൂഷ, ഇതാണ് ദൈവത്തിന്റെ പ്രതിബദ്ധത, ഇതാണ് ദൈവത്തിന്റെ ആത്മാർത്ഥത, ഇതാണ് ദൈവത്തിന്റെ അധികാരത്തിന്റെ ആധികാരികത എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഇടവരുമ്പോ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഇത് നമ്മൾ ഓർത്തിരിക്കാൻ ഇടവരട്ടെ എന്നുള്ളതായിരിക്കട്ടെ ഇന്നത്തെ സുവിശേഷത്തിന്റെ സന്ദേശം.